സോമാലിലാൻഡിൽ നിന്ന് സൗദി അറേബ്യ നിരീക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഒരുങ്ങുകയാണ്. ഈ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് സോമാലിലാൻഡിനെ ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. 1960 കാലഘട്ടത്തിലാണ് സോമാലിയ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്നത്. പിന്നീട് അവിടെ വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് ഒരു ടീം വിഭാഗമാണ് കുറച്ച് സൈനികരെ പോലെയുള്ള ഒരു വിമതപക്ഷത്തെ ചേർത്തുകൊണ്ട് സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതോടുകൂടി സോമാലിയയും സോമാലി ലാൻഡും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണവും വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടത്തി പ്രാദേശിക രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ട് പക്ഷവും രണ്ട് ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നാൽ ലോക രാജ്യങ്ങളൊന്നും സോമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. സോമാലിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവർ അംഗീകരിക്കുന്നത്. ഈ UN സഭ, ഐക്യരാഷ്ട്ര സഭയും സോമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് അംഗീകാരം നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പൊടുന്നനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിനെ രാജ്യമായിട്ട് അംഗീകരിച്ചു. ഏതുപോലെ അഫ്ഗാനിസ്ഥാനിനെ ചൈന രാജ്യമായിട്ട് അംഗീകരിച്ച പോലെ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതിന് ശേഷം, അതായത് ഈ ആദ്യഘട്ടത്തിൽ അമിത് കർസായി ആയിരുന്നു, അതിനു മുൻപ് താലിബാൻ ആയിരുന്നു. പിന്നീട് അമേരിക്കയുമായിട്ടുള്ള പെൻറ്റഗൺ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അൽഖ്വയ്ദ തീവ്രവാദികൾ ആക്രമണം നടത്തിയതോട് കൂടിയിട്ടാണ് അവിടെ ഭരണമാറ്റം അമേരിക്ക ഉണ്ടാക്കുന്നത്. അമിത് കർസായിയുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം വന്നു. 17 വർഷത്തോളം അവിടെ ഭരിച്ചു. പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കപ്പെട്ട താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് അമിത് കർസായിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഷ്റഫ് കർസായിട്ടാണ് ഭരണം നടത്തുന്നത്. ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവർ ഭരണത്തിലേറുകയും ചെയ്തു. ഭരണത്തിലേറിയ ശേഷം പിന്നെ ലോക രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ താലിബാൻ വിഭാഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച ആ വിഭാഗം ഭരണത്തിലേറുന്ന സമയത്ത് പെട്ടെന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ ഇവരെ കൊണ്ട് വലിയ ഗുണമുണ്ട്. ഇവിടെ വലിയ ധാതു ലവണങ്ങളുണ്ട്. സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ചൈന താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. പിന്നീട് 2-3 രാജ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അംഗീകാരം നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു, സോമാലി ലാൻഡിനെ അംഗീകരിച്ചു. സോമാലി ലാൻഡിൽ അവർക്ക് കയറിയാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്ന് സൗദി അറേബ്യ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. സൗദി അറേബ്യ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവർ മുൻപ് UN സഭയിൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഒരു ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക, ഗ്രേറ്റ് ഓഫ് ഇസ്രായേൽ നിർമ്മിക്കുക എന്നുള്ള അവരുടെ അത്യന്തരമായിരിക്കുന്ന ലക്ഷ്യമാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ്. ദൈവം എന്നെ അതിനായിട്ടാണ് നിയോഗിച്ചത് എന്ന് പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിന് മറ്റ് പോംവഴികളാണ് അവരിപ്പോൾ സ്വീകരിക്കുക. ഏതാണെങ്കിലും സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ ഭാവിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇറാൻ ഈ മേഖലാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് സോമാലി ലാൻഡിനെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സോമാലിയ ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് പ്രാദേശിക ഭരണകൂടം നിയന്ത്രിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് അതിന് കാണുന്നത്. 1991 മെയ് മാസം 18-ാം തീയതിയാണ് സോമാലി ലാൻഡിനെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതിന് മുമ്പേ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിലെ പ്രഖ്യാപനം നടന്നത് 1991 മെയ് മാസം 18-ാം തീയതിയാണ്. പ്രഖ്യാപനം നടന്ന അവർ തന്നെ പ്രഖ്യാപിച്ചാണ് ഞങ്ങളിത് രാജ്യമാണ് എന്നുള്ളത്. പക്ഷേ അവിടെ വിഷയം എന്ന് വെച്ചാൽ പാലസ്തീൻ പോലെ അല്ല. അവർക്ക് സ്വന്തമായ രീതിയിൽ കറൻസി ഉണ്ട്, സൈനികരുണ്ട്, സംവിധാനങ്ങളുണ്ട്, തുറമുഖങ്ങളുണ്ട്, യുദ്ധ കപ്പലുകളുണ്ട്, വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിൽ പറയുന്നത് അതെല്ലാം ഉണ്ട്. പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം ലോകമൊക്കെ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എംബസികളുണ്ട്, കോൺസുലേറ്റൊക്കെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ എംബസി ഉണ്ട് പാലസ്തീൻ്റെ. പക്ഷേ പ്രശ്നം എന്താണ്, ആ രാജ്യത്ത് അവർ സ്വന്തമായ രീതിയിൽ സീപോർട്ടുകളോ എയർപോർട്ടുകളോ സൈനികരോ സംവിധാനങ്ങളോ യുദ്ധങ്ങളോ ഈ പടക്കോപ്പുകളോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനങ്ങളോ ഒന്നുമില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ അവർക്ക് സ്വന്തമായ രീതിയിൽ ആയുധം ഉപയോഗിക്കാൻ പോലും പാടില്ല. അവിടുത്തെ സെക്യൂരിറ്റിക്ക് സുരക്ഷാ സംബന്ധമായ രീതിയിൽ ആയുധം പോലും ഉപയോഗിക്കണമെങ്കിൽ ഇസ്രായേലിന് അനുമതി കിട്ടണം, അല്ലെങ്കിൽ ഇസ്രായേൽ കൊടുക്കണം. ഇസ്രായേൽ ഒരിക്കലും അവർ കൊടുക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലാണ് അവരുടേത്. പക്ഷേ സോമാലിലാൻഡ് വ്യത്യസ്തമാണ്. അവർക്ക് സ്വന്തമായ രീതിയിൽ കറൻസി പോലും ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സോമാലി ലാൻഡ് എന്ന് പറയുന്ന രാജ്യം അല്ല ആ പ്രദേശം ഹൂത്തികളെയും ഇറാനെയും നിരീക്ഷിക്കാൻ വേണ്ടി കൂടെ സൗദി അറേബ്യ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള മാർഗമാണ്. അത് ഗൾഫ് ഓഫ് ഏദൻ്റെ തീരത്താണ്.
സോമാലിലാൻഡ് സ്ഥിതി ചെയ്യുന്ന റൂട്ടാണ് പറയുന്നത്. ഗൾഫ് ഓഫ് ഏദൻ്റെ തീരത്ത് ബാബുൽ മന്ദബ് സ്ട്രേറ്റിനോട് ചേർന്നിട്ട് ചെങ്കടലിനോടാണ് ഇത് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്താണെന്നറിയോ, ഇവർക്ക് ഈ കടൽപാതയായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇസ്രായേലിന് ഇവിടെ എത്താൻ വേണ്ടി സാധിക്കുമെന്നൊരു പ്രത്യേകത ഉണ്ട്. അഥവാ ഇസ്രായേലിലെ എയിലത്ത് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സോമാലിലാൻഡിൻ്റെ തുറമുഖം കിടക്കുന്നതെന്ന് ചുരുക്കം. ദൂരം കണക്കുകൂട്ടുന്ന സമയത്ത് 2100 മുതൽ 2300 കിലോമീറ്റർ വരെയാണ്. എയിലത്ത്, റെഡ് സീ, ബാബുൽ മന്ദബ്, അങ്ങനെ അതിൻ്റെ കണക്ക്. അത് എയിലത്ത് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ തുറമുഖത്തിൽ നിന്ന് ചെങ്കടൽ വഴി ബാബുൽ മന്ദബിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ സോമാലി ലാൻഡിൽ എത്താൻ വേണ്ടി സാധിക്കും. ഈ ഇവിടെ ഉള്ള ദൂരം പറയുന്നത് സോമാലി ലാൻഡിൽ നിന്ന്, ഈ മേഖലയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള ദൂരം 1370 കിലോമീറ്റർ ആണ്. ബർബറ എന്ന് പറയുന്ന തുറമുഖം, അത് സോമാലിലാൻഡിൻ്റെ തുറമുഖമാണ്. അവിടുന്ന് ജിദ്ദ തുറമുഖത്തേക്കാണ് 1370 കിലോമീറ്റർ കണക്കാക്കുന്നത്. ഇതിലെ ഇസ്രായേൽ കണക്കാക്കുന്ന വിഷയം എന്ന് പറയുന്നത് അന്തർദേശീയ പാതയാണ് ഈ മേഖലയെല്ലാം ഉള്ളത്. സോമാലി ലാൻഡിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ കടൽ മാർഗം അവർക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകത ഉണ്ട്. അന്തർദേശീയ പാതയായിട്ട് ഈ മേഖല ഉപയോഗിക്കുന്നു. മറ്റു രാജ്യങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ എത്താൻ വേണ്ടി സാധിക്കുന്നു. റെഡ് സീ, പിന്നീട് ബാബുൽ മന്ദബ്, പിന്നീട് ഗൾഫ് ഓഫ് ഏദൻ എന്നീ കടലിൻ്റെ സിംഹഭാഗവും അന്താരാഷ്ട്ര പാതയാണ്. അന്താരാഷ്ട്ര പാതയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു കപ്പലിനും അതിൽ യഥേഷ്ടം 24 മണിക്കൂർ പോകാനും വരാനും വേണ്ടി സാധിക്കും. മറ്റൊരു കപ്പലിനെ അത് ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനോ കടൽ നിയമ വ്യവസ്ഥ ഇല്ല എന്നതിനാൽ ഇവർക്ക് വളരെ സുഖകരമായ രീതിയിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സുരക്ഷിതത്വമുണ്ട് എന്നുള്ളതല്ല, പക്ഷേ നിയമപരമായി സാധിക്കും എന്ന് മാത്രം. അപ്പോൾ ഹൂത്തികളുടെ ഒരു ഭീഷണി മാത്രമാണ് ഇവർ നേരിടുന്നത്. അപ്പോൾ ഹൂത്തികൾ ഇല്ലാത്ത രീതിയിലോ മറ്റെന്തോ നോക്കിയിട്ട് വേണമെങ്കിൽ ഇസ്രായേലി ലാൻഡിലേക്ക് സോമാലി ലാൻഡിലേക്ക് ഇസ്രായേലിൻ്റെ കപ്പലുകൾ എത്തിക്കാൻ വേണ്ടി സാധിക്കും, നിരീക്ഷിക്കാനും കാര്യത്തിനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മാർഗം അവർ തിരഞ്ഞെടുക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നത്. വിമാനമാർഗമാണെങ്കിൽ സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും, അപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ ജോർദാനാണ്, ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ്, സൗദി അറേബ്യ കഴിഞ്ഞാലാണ് സോമാലി ലാൻഡ് വരുന്നത്. സോമാലിയുടെ ചെറിയ ഭാഗവും പിന്നെ സോമാലി ലാൻഡുമാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ അനുവാദം വേണം. ജോർദാനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, ഇനി സൗദി അറേബ്യയാണ്, അവർ നിലവിലെ സാഹചര്യത്തിൽ വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആകാശത്തിലൂടെ വളരെ എളുപ്പത്തിൽ ഈ മേഖലയിൽ എത്താൻ വേണ്ടി സാധിക്കുകയില്ല, പക്ഷേ കടൽ മാർഗ്ഗം എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. ഇസ്രായേലിൻ്റെ ഈ നിലപാടിന് അറേബ്യൻ രാജ്യങ്ങൾ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ UN സഭ പോലും അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിന് ഇസ്രായേൽ അംഗീകാരം കൊടുക്കുന്നത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഉദ്ദേശ കാര്യങ്ങൾ വെച്ചിട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആ നിലപാട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് ഹൂത്തികൾ ഒഴിഞ്ഞു മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയപരമായി മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ സൗദി അറേബ്യയുമായിട്ട് തങ്ങൾ ഏറ്റുമുട്ടേണ്ട സ്ഥിതി വരുമെന്ന് ഇതിന് മുൻപ് തന്നെ ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വലിയ വിവാദ ആയിരിക്കുന്ന വിഷയമായിരുന്നു അത്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ മേഖലയുടെ സാഹചര്യം. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം, ഇറാനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ഗ്രേറ്റർ ഓഫ് ഇസ്രായേൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് മറ്റ് രാജ്യങ്ങളുടെ ശത്രു രാജ്യത്തിൻ്റെ നിലപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആകാശ നിരീക്ഷണം നടത്താൻ ഏറ്റവും അടുത്ത സംവിധാന കാര്യങ്ങൾ വേണം. ഇപ്പോൾ നിലവിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി അമേരിക്കക്ക് ഈ ഖത്തറിലുള്ള ഉദൈദ തുറമുഖം മതിയാകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അപകട മേഖലയായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് ബഹ്റൈനിലെ സ്ഥിതി യഥോവിധം അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ സുരക്ഷിത മേഖലയിലല്ല എന്നൊരു തിരിച്ചറിവുണ്ട്. ചിലപ്പോൾ ഇറാൻ ആക്രമിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവും. ആ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി സോമാലിയ പോലെയുള്ള ഒരു രാജ്യത്തെ, കാരണം ആ രാജ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാവും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് ഇസ്രായേൽ ഇപ്പോൾ സോമാലി ലാൻഡിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവർ ആക്രമിക്കുക അല്ല അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തെ ആക്രമിച്ചതിൻ്റെ
തുല്യമായ രീതിയിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള നടപടി എടുക്കുമ്പോൾ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശത്രുത ഉണ്ടാവുകയും മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യില്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സോമാലിലാൻഡിനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നു. ഇനി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനമാണ് ഭാവിയിൽ ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന് ലോക രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ തന്നെ വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു.